നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കാസർഗോഡ് 5 വയസ്സുകാരനെ രണ്ടാനച്ഛൻ ക്രൂരമായി മർദ്ദിക്കുന്ന ഈ ദൃശ്യങ്ങൾ മനസാക്ഷിയുള്ളവർക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. അത്രയ്ക്കും ക്രൂരമായ മർദ്ദനമാണ് ആ കുഞ്ഞിനെ ഏൽക്കേണ്ടി വന്നത്. വായിൽ തുണി തിരുകി ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് കുട്ടിയുടെ മൊഴി. സംഭവത്തിൽ പോലീസിനെതിരെ രൂക്ഷമായ വിമർശനവുമായി കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. പ്രതിക്കെതിരെ ദുർബല വകുപ്പ് ചുമത്തിയത് ജാമ്യം ലഭിക്കാൻ ഇടയാക്കിയെന്നാണ് പരാതി. കേസ് ഒത്തുതീർപ്പാക്കാനും പോലീസ് ശ്രമിക്കുന്നതായി കുട്ടിയുടെ പിതാവ് ന്യൂസ് 18 പറഞ്ഞു. കുഞ്ഞിൻ്റെ വായിൽ തുണി തള്ളിയിട്ട് അടിക്കുന്ന വീഡിയോസ് അടക്കം കാണിച്ചു കൊടുത്തിട്ടും പോലും പോലീസുകാർ അതിനുള്ള വകുപ്പ് എഴുതിയിട്ടില്ല. എന്നോട് പറഞ്ഞതും പോലീസുകാർ ഇതേ വാക്ക്, കേസും കാര്യത്തിനൊന്നും പോണ്ട, അവരെല്ലാം വലിയ പിടിപാടുള്ള ആൾക്കാരാണ്, നീ തീർത്തിട്ട് കുട്ടികളും കൂട്ടിയിട്ട് നീ പോയിക്കോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, പറ്റില്ല, എനിക്ക് കേസും വഴിയിലേ പോകാൻ പറ്റുമോ. അപ്പോൾ കുറേ പ്രാവശ്യം അങ്ങനെ ചോദിച്ചു. SI അനൂപ് സാർ എന്ന് പറയുന്ന സാറ്. അപ്പോൾ ഞാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവർ ഓക്കെ കേസ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ആവശ്യമില്ലാത്തൊരു കുട്ടീൻ്റെ മൊഴി എഴുതാത്ത അവർക്ക് തോന്നുന്ന FIR എഴുതിയിട്ട് കേസെടുത്തു. അവന് ജാമ്യനും കിട്ടി. എൻ്റെ തീരുമാനം, എൻ്റെ കുഞ്ഞിക്ക് നീതി കിട്ടണം. ഇത്ര ചെറിയ കുഞ്ഞിനെ ഇങ്ങനെ അടിച്ചിട്ട് അവനെ പുറത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ നാളെ ഈ കുഞ്ഞിന് പുറത്ത് നടക്കാൻ പറ്റില്ല, ഒരു സ്കൂളിൽ പോകാനും പറ്റില്ല. ഒരു സ്കൂളിലൊക്കെ കൂട്ടി ചേർത്തിട്ട് ഞാൻ സ്കൂളിലൊക്കെ വിട്ടാനും പോലും എനിക്ക് പേടിയാണ് കുഞ്ഞിനെ. എന്തായാലും ഓന് കൊല്ലുന്നുള്ള ഭീഷണി ഉള്ളതുകൊണ്ട്. ഇതിനിടെ സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. സംഭവത്തിൽ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോട് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനും ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് മനോജ് കുമാർ ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഗുരുതരമായിട്ടുള്ള ആരോപണമാണല്ലോ പോലീസിനെതിരെ കുടുംബം ഉന്നയിക്കുന്നത്. പോലീസ് കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചു. അവർക്ക് വലിയ പിടിപാടും ബന്ധങ്ങളുമൊക്കെ ഉള്ളവരാണ്. കേസുമായി മുന്നോട്ട് പോകണമോ തുടങ്ങിയ രീതിയിലുള്ള സമ്മർദ്ദം ഉൾപ്പെടെ ഉണ്ടായി എന്നാണ് ഈ കുട്ടിയുടെ പിതാവ് ആരോപണം ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയൊരു വീഴ്ച പോലീസിന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടുണ്ടോ? അതോടൊപ്പം ഈ ബാലാവകാശ കമ്മീഷനൊക്കെ ഈ വിഷയത്തിൽ എങ്ങനെയാണ് ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത്? ടോമേ, ഏതായാലും ഈ കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പരാതി ഉയർന്നിട്ടുള്ളത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഇയാൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നതാണ്. അതായത് ഇന്നലെ സ്പോട്ട് ലൈവിലൂടെ ന്യൂസ് 18 ഞെട്ടിപ്പിക്കുന്ന ഈ വാർത്ത, അല്ലെങ്കിൽ അത്രത്തോളം നെഞ്ചുലയ്ക്കുന്ന ഈ വാർത്ത പുറം ലോകത്തേക്ക് എത്തിക്കുന്നത്. പിന്നീട് വളരെ പെട്ടെന്നായിരുന്നു പോലീസ് നടപടികൾ. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇതിൽ കൃത്യമായി കാര്യമായ വകുപ്പുകൾ ചേർത്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതുതന്നെയാണ് കോടതി പ്രതിക്ക് ഷൗക്കത്ത് അലി എന്ന് പറയുന്ന ഈ രണ്ടാനച്ഛന് ജാമ്യം ലഭിക്കാനിടയായതെന്നാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത്. ഈ കുട്ടിയുടെ മൊഴി വളരെ കൃത്യമാണ്. ഈ കുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ വായിൽ തുണി തിരുകി സ്ഥിരമായി മർദ്ദിക്കാറുണ്ട്. അതോടൊപ്പം കവിളിൽ ഈ പാലിന്റെ പാക്കറ്റ്, അതായത് തണുത്ത പാലിന്റെ പാക്കറ്റ് കവിളിൽ വെച്ച് മറുഭാഗത്ത് ഇടിക്കും. അത്തരത്തിൽ ഈ കുട്ടിയുടെ ഗൗരവമായ മൊഴി ഈ കുട്ടിയുടേതുണ്ട്. ഇത്രയൊക്കെ മൊഴി ഉണ്ടായിട്ടും ഇതിൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് വകുപ്പ് പ്രകാരം മാത്രമാണ് കേസെടുത്തിട്ടുള്ളത്. ദുർബലമായ വകുപ്പുകളാണ് ഇത് ചുമത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിക്ക് വളരെ പെട്ടെന്ന് ഇതിൽ നിന്നും ജാമ്യം ലഭിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും നിലവിൽ മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. മാത്രമല്ല പോലീസിനോട് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടിയന്തരമായി ഇതിന്റെ റിപ്പോർട്ട് നൽകണമെന്നാണ് ബാലാവകാശ കമ്മീഷൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് ഈ മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹം ഈ കേസിൽ ഇടപെടുന്നത്. എന്നാലും കുടുംബം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. വിദ്യാനഗർ പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഗുരുതരമായ ഈ ആരോപണം ഈ കുടുംബം ഉന്നയിക്കുന്നത്. ഇപ്പോൾ വിദ്യാനഗർ പോലീസിനെയാണ്. ഏതായാലും പോലീസ് ഇക്കാര്യത്തിൽ വലിയ തോതിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഈ പ്രതിയെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായി ഇന്നലെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇയാൾക്ക് വലിയ തോതിലുള്ള സ്വാധീനമുണ്ട് എന്നൊക്കെ ഈ പിതാവ് പറയുന്നുണ്ടായിരുന്നു. ഇവരെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. ആ ദൃശ്യം വളരെ സങ്കടപ്പെടുത്തുന്നതാണ് ടോമെ. ഈ 5 വയസ്സുള്ള ഒരു കുട്ടിയെ അതിക്രൂരമായി ഇങ്ങനെ മർദ്ദിക്കുന്നു. അത് നിലവിളി ശബ്ദം കേട്ടാണ് അയൽവാസികൾ ആ ദൃശ്യം പകർത്തിയത്. പിന്നീട് അത് വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു. പോലീസാണ് ഈ ദൃശ്യം പരിശോധിച്ചതിന് ശേഷം പിതാവിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുത്തുകയും പരാതി എഴുതി വാങ്ങിയും അങ്ങനെ രണ്ടാനച്ഛനെതിരെ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ അപ്പോഴേക്കും ഈ കേസുകളെല്ലാം ദുർബല വകുപ്പുകളായിരിക്കുന്നു. വൈകിട്ടാവുമ്പോഴേക്കും രാത്രി തന്നെ, അതായത് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അപ്പോൾ തന്നെ കോടതി ജാമ്യം നൽകുന്ന അത്തരം ദുർബലമായ വകുപ്പുകളാണ് ഇതിലുള്ളത്. നാട്ടുകാരുടെ, അയൽവാസികളുടെ ഇടപെടലാണ് ഈ കുട്ടി 5 വയസ്സുകാരൻ അനുഭവിച്ച ക്രൂരത പുറത്തു വരാൻ കാരണമായതുപോലും. കാരണം ഇത്
ഒരാദ്യമായിട്ടുള്ള സംഭവമാണോ എന്ന് പോലും സംശയമുണ്ട്. ഇതിനു മുൻപും ഈ കുട്ടിയെ ഇയാൾ ഉപദ്രവിച്ചിട്ടുണ്ടോ? കാരണം ഈ കുട്ടിയുടെ നിലവിളി ശബ്ദം കേട്ട്, കരച്ചിൽ കേട്ടാണ് അയൽവാസികൾ ഓടിയെത്തുന്നത്, ആ ജനലിലൂടെ ദൃശ്യങ്ങൾ പകർത്തുന്നത്. ഇതിനു മുൻപും ഇങ്ങനെയുള്ള ക്രൂരമായ മർദ്ദനം ഈ കുട്ടിക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ടോ? അമ്മയുടെ അറിവുണ്ടായിരുന്നു ഈ സംഭവത്തിൽ? പോലീസ് നിലവിൽ ഏത് രീതിയിലുള്ളൊരു നടപടിയാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്? ബൈജു. ടോമേ, 3 മാസങ്ങൾക്ക് മുൻപാണ് കോടതി അതായത് ഇവർക്ക് 3 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. ഇവർ വിവാഹമോചിതരായിരുന്നു. 3 കുട്ടികളാണ് ഉണ്ടായത്. ഈ 3 കുട്ടികളുടെയും സംരക്ഷണ ചുമതല 3 മാസങ്ങൾക്ക് മുൻപാണ് ഈ മാതാവിനെ ഏൽപ്പിക്കുന്നത്. അതായത് 11 വയസ്സുള്ള ഒരു ആൺകുട്ടി, അതോടൊപ്പം ഈ 5 വയസ്സുകാരൻ, 8 വയസ്സുള്ള ഒരു പെൺകുട്ടി, ഇങ്ങനെ 3 കുട്ടികളുടെ സംരക്ഷണ ചുമതലയാണ് ഈ മാതാവിനെ ഏൽപ്പിച്ചത്. പക്ഷേ ഈ 3 മാസമായും നിരന്തരമായും ഈ കുട്ടിയെ, ഈ 11 വയസ്സുള്ള കുട്ടിയും ഇപ്പോൾ പിതാവിനോടൊപ്പമാണുള്ളത്. പോലീസ് അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഏതായാലും തുടക്കത്തിൽ ഉണ്ടാക്കി വെച്ചിരുന്നു. അങ്ങനെ ഈ 11 വയസ്സുള്ള കുട്ടിക്കും അതോടൊപ്പം 5 വയസ്സുകാരനും നിരന്തരം 3 മാസത്തോളമായി ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനമാണ് ഏൽക്കേണ്ടി വന്നതെന്നാണ് പറയുന്നത്. അതോടൊപ്പം ഈ ശബ്ദം, ഇങ്ങനെ നിലവിളി ശബ്ദങ്ങൾ കേൾക്കാറുണ്ടെങ്കിലും ഈ ഗ്ലാസിലൂടെ ഇങ്ങനെ മർദ്ദിക്കുന്ന ദൃശ്യം കണ്ടപ്പോഴാണ് അയൽവാസികൾ അത് ചിത്രീകരിക്കുന്നത്. അതിനു മുമ്പും വലിയ തോതിൽ കുട്ടികളുടെ കരച്ചിലൊക്കെ അവിടുന്ന് കേൾക്കാമായിരുന്നു എന്നാണ് അയൽവാസികൾ പറയുന്നത്. അത് മാത്രമല്ല, ഇയാൾ വലിയ സ്വാധീനമുള്ളത് കൊണ്ട് തന്നെ ഇവർ ഈ ദൃശ്യം പോലീസിലേക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു. അയൽവാസികൾ ഏതെങ്കിലും തരത്തിൽ മറ്റു തരത്തിൽ ഇടപെടാൻ കഴിയാത്ത രീതിയിലുള്ള സ്വാധീനമുള്ള ആളാണ് ഈ ഷൗക്കത്ത് അലി എന്ന് പറയുന്ന 2ാം അച്ഛനെന്നാണ് ഈ പിതാവ് ഉൾപ്പെടെ പറയുന്നത്. നിരവധി തവണ ഈ പിതാവിനെ ഇയാൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അയാൾ ഇപ്പോൾ പുറത്താണുള്ളത്. അതായത് അയാൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു ഈ കേസിൽ എന്നതാണ് ഏറ്റവും ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ആ ദൃശ്യങ്ങൾ നോക്കിയാൽ തന്നെ കാണാം, പിഞ്ചു കുഞ്ഞ്, 5 വയസ്സുള്ള ഒരു കുഞ്ഞ്. ഇങ്ങനെ അയൽവാസി ഈ ദൃശ്യം ചിത്രീകരിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ ഈ കുഞ്ഞ് ഈ ഭൂമുഖത്തിൽ പോലും ഉണ്ടാകില്ല. മരണം സംഭവിക്കുന്ന രീതിയിലുള്ള മർദ്ദനം, അത്തരത്തിലുള്ള ആ കുട്ടി ഇപ്പോൾ ആശുപത്രിയിലുണ്ട്. ഞാൻ നേരിട്ട് പോയി ആ കുട്ടിയെ കണ്ടതാണ്. ദേഹമാസകലം ഈ പാടുകൾ, ഇത്തരത്തിൽ ഇടിച്ച പാടുകളൊക്കെ ദേഹമാസകലം കാണാം. കരുവാളിച്ച നിലയിൽ പല ഭാഗങ്ങളിൽ, ശരീരഭാഗത്തിൽ കാണാം. ഏതായാലും ഈ കുട്ടിയുടെ വിദഗ്ധ പരിശോധന ഇപ്പോൾ ജനറൽ ആശുപത്രിയിൽ ഉണ്ട്. ഇന്നലെ മുതൽ കുട്ടി ജനറൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആണ്. ഈ സ്കാനിംഗ് ഉൾപ്പെടെയുള്ള അത്തരം നടപടിക്രമങ്ങളൊക്കെ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ വിദഗ്ധ ചികിത്സ കുട്ടിക്ക് ലഭ്യമാക്കണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ജനറൽ ആശുപത്രി ഇപ്പോഴും തുടരുകയാണ്. നേരിട്ട് ഈ കുട്ടിയെ കണ്ടപ്പോൾ സങ്കടം തോന്നുന്ന രീതിയിലായിരുന്നു. ദേഹത്തൊക്കെ പാടുകളായിരുന്നു ഈ കുട്ടിയുടെ. ഇത്രത്തോളം ഇത് പോലീസുകാരും കണ്ടതാണ്. കുട്ടിയുടെ മൊഴി വിശദമായി പോലീസ് രേഖപ്പെടുത്തിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വായിൽ തുണി തിരുകി, അതായത് ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാൻ അങ്ങനെ ഈ ഒരു 5 വയസ്സുകാരനോട് ചെയ്ത, നേരിട്ട് കണ്ടാൽ തന്നെ ആ കുട്ടി എത്രത്തോളം ക്രൂരമായ പീഡനങ്ങൾ ഏറ്റിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. എന്നിട്ട് പോലും പോലീസ് ദുർബലമായ വകുപ്പുകൾ ചുമത്തുന്നു. ആരാണ് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്? ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ നീക്കം നടത്തിയതാരാണ്? അങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് ഈ കേസ് അട്ടിമറിക്കാനുള്ള അല്ലെങ്കിൽ ഒത്തുതീർപ്പാക്കാനുള്ള നീക്കം നടത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയും നടപടി ആവശ്യമല്ലേ? അങ്ങനെ ഒരാവശ്യം ഈ കുടുംബം ഉന്നയിക്കുന്നുണ്ടോ? ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരുടെ പേര് പരാമർശിക്കുന്നുണ്ടോ ഈ കേസ് ഒത്തുതീർപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട്? ടോമേ, ഈ പ്രധാനമായും ഈ പിതാവ് അത് തന്നെയാണ് പരാതിയിൽ പറയുന്നത്. ഈ SHO, വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിലെ SHO, ഇദ്ദേഹം ഇടപെട്ട് ഇത് കേസ് ഇല്ലാതാക്കാൻ, എന്തിനാണ് കേസ് കൊണ്ട് മുന്നോട്ട് പോകുന്നതെന്നൊക്കെ രീതിയിൽ സംസാരിച്ചു എന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള ഫോൺ കോളുകളൊക്കെ ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. എന്തിനാണ് ഈ പോലീസിന് ഇത്ര നിർബന്ധം? അതിൽ കൃത്യമാണ് ഇയാൾക്ക് ഉന്നത ബന്ധമുണ്ട്, പണം ഉപയോഗിച്ചുള്ള സ്വാധീനത്തിന് സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള സ്വാധീനം ഏതെങ്കിലും തരത്തിൽ ഇതിൽ വന്നിട്ടുണ്ടോ എന്ന് വലിയ തോതിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം കുട്ടിയുടെ മൊഴി ചൈൽഡ് ലൈൻ ഉൾപ്പെടെ എടുത്തതാണ്. കുട്ടിയുടെ കൃത്യമായ മൊഴി, താൻ നേരിട്ട 3 മാസമായി ഇവിടെ നിന്ന് നേരിട്ട മുഴുവൻ ഈ പീഡനങ്ങളും ഇത്തരത്തിലുള്ള മർദ്ദനങ്ങളും ഒക്കെ മൊഴി രേഖപ്പെടുത്തി. അതിനുശേഷമാണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നത്. പക്ഷെ പിന്നീട് അറസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് മാത്രം ഉൾപ്പെടുത്തി കുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുക, പോക്സോ വകുപ്പുകളിലെ ജാമ്യമില്ലാ വകുപ്പ് ഉൾപ്പെടെ ചുമത്തിയിട്ടില്ല എന്ന് തന്നെ ഇതിൽ അങ്ങേയറ്റം സംശയം ജനിപ്പിക്കുന്നതാണ്. ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഉന്നത സ്വാധീനം ഇതിൽ
ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയം ജനിപ്പിക്കുന്നു. അത് കൃത്യമായി പിതാവും പറയുന്നുണ്ട്. അങ്ങനെ സ്വാധീനം ചെലുത്തിയാണ് ഈ പ്രതി ഇത്തരത്തിൽ ഈ വളരെ വേഗം ജാമ്യം ലഭിക്കുന്ന സാഹചര്യമുണ്ട്. അതായത് ഒരു മിനിറ്റ് പോലും ജയിലിൽ കിടക്കേണ്ടി വരാത്ത ഒരു സാഹചര്യം അപ്പോൾ തന്നെ പോലീസ് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അപ്പോൾ തന്നെ ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത് തന്നെയാണ് ഈ പിതാവ് പറയുന്നത്. മാത്രമല്ല ഇപ്പോഴും ഈ പിതാവിന് ഭീഷണി നേരിടുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ നിന്നും കേസുമായി മുന്നോട്ട് പോകുന്നതിനെതിരെ വലിയ തോതിൽ ഇവർക്ക് ഈ ഒരു സമ്മർദ്ദം പോലീസിന്റെ ഭാഗത്തുനിന്നുമുണ്ട്. അത്രത്തോളം പോലീസിനെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് വേണം ഈ കാര്യത്തിൽ മനസ്സിലാക്കാൻ. എന്തായാലും ബാലാവകാശ കമ്മീഷൻ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് വളരെ പെട്ടെന്ന് തന്നെ ഇതിൽ കേസെടുത്ത് അടിയന്തരമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ബാലാവകാശ കമ്മീഷൻ ഇടപെടൽ ഒരു തരത്തിൽ ഇതിൽ ഈ കുടുംബത്തിന് ഒരു ആശ്വാസം എന്ന് പറയേണ്ടി വരും. ഇനി തുടർ നടപടികൾ ബാലാവകാശ കമ്മീഷന്റെ ഭാഗത്ത് എന്തൊക്കെ ഉണ്ടാവും, കൂടുതൽ വകുപ്പുകൾ പോലീസിന് ചേർക്കേണ്ട സാഹചര്യത്തിലേക്ക് ബാലാവകാശ കമ്മീഷൻ എത്തിക്കുമോ, അതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും ജില്ലാ പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ പരാതി നൽകാൻ ഈ ഒരു പിതാവ് ഒരുങ്ങുകയാണ്. സാമ്പത്തികമായി വളരെ പിന്നോക്കാവസ്ഥയിലുള്ള ഒരു പിതാവാണ്. ഇനി 2 കുട്ടികളുടെ സംരക്ഷണ ചുമതല ഈ ഇദ്ദേഹത്തിനാണ്. ഇദ്ദേഹം ഇപ്പോൾ ജനറൽ ആശുപത്രിയിലാണുള്ളത്. മറ്റ് വിദഗ്ധ ചികിത്സയ്ക്ക് മറ്റ് സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകാൻ സാമ്പത്തിക ശേഷി ഇല്ലാത്ത ഒരു കുടുംബമാണ് ഇയാളുടെ, അയാളെ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുട്ടിക്ക് വലിയ തോതിലുള്ള അവശത കുട്ടിക്കുണ്ട്. കാരണം തുടർച്ചയായി ദിവസങ്ങളോളം ഈ കുട്ടിക്ക് മർദ്ദനമേൽക്കേണ്ടി വന്നു. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മാതാവിന്റെ അറിവോടുകൂടിയാണോ ഈ ഒരു സംഭവം നടന്നതെന്ന് സംബന്ധിച്ച് പോലീസ് അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. ഈ പിതാവ് ആരോപിക്കുന്നത് മാതാവിന്റെ ഈ ഒരു ഒത്താശയോട് കൂടിയാണ്, അല്ലെങ്കിൽ മാതാവിന്റെ അറിവോട് കൂടിയാണ് ഈ കുട്ടിയെ ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിച്ചെന്നാണ് ഈ പിതാവ് ആരോപിക്കുന്നത്. ആ തരത്തിലുള്ള അന്വേഷണം ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്നലെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും കിട്ടിയ ഉറപ്പ് ഇതിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാവും, വിശദമായ അന്വേഷണം ഉണ്ടാകുന്നൊക്കെയാണ്. പക്ഷേ മാതാവിനെ സംബന്ധിച്ച് ഇതുവരെ അന്വേഷണം ഉണ്ടായിട്ടില്ല. ഇയാളിൽ മാത്രം ഒതുങ്ങി ഒരു പെൺകുട്ടി, ഇപ്പോഴും ഇവരുടെ കൂടെ ഒരു പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നു, 8 വയസ്സുള്ള. ആ കുട്ടിയെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലും ഒന്നും പോലീസ് അന്വേഷണം ഉണ്ടായിട്ടില്ല. ഈ പിതാവ് പറയുന്നത് ഈ പെൺകുട്ടിക്ക് നേരെയും വലിയ തോതിലുള്ള ഇത്തരത്തിൽ മർദ്ദനം ഉണ്ടായി എന്ന് തന്നെയാണ്. ആ അന്വേഷണം ഒന്നും പോലീസിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല. ഏതായാലും വലിയ അട്ടിമറി ഈ കേസിൽ നടന്നിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ആ ദൃശ്യം കണ്ടാൽ പിതാവ് ഉന്നയിക്കുന്ന പോലുള്ള വിഷയങ്ങൾ അതീവ ഗൗരവത്തോടെ കൂടി തന്നെ കാണേണ്ടതാണ്. കാരണം ഒരു കുട്ടിക്ക് മാത്രമല്ല, മറ്റു കുട്ടികളെയും 2ാം ലക്ഷം ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ടാകാം. അതേക്കുറിച്ച് അന്വേഷണം വേണം, അമ്മയുടെ പങ്ക് അന്വേഷിക്കണം തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ വിശദമായി തന്നെ അന്വേഷണം ആവശ്യമാണ്. എന്തായാലും അതിക്രൂരമായിട്ടുള്ള ഒരു മർദ്ദനമാണ് 5 വയസ്സുകാരന് ഏൽക്കേണ്ടി വന്നത്. പക്ഷേ സംഭവത്തിൽ പ്രതിയെ സംരക്ഷിക്കാൻ, ഈ കേസ് ഒത്തുതീർപ്പാക്കാനുള്ള നീക്കം പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.